Are you ready for a bedtime story? ഈ ഹോട്ടലിൽ താമസിച്ച ധാരാളം ഗസ്റ്റുകൾ ഇവിടെ പ്രേതങ്ങളെ കണ്ടതായും ചില റൂമുകളിലും സ്റ്റെയർ കേസിലുമെല്ലാം പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാനഡയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലക്ഷറി ഹോട്ടലാണ് ദ ഫെയർമൗണ്ട് ബാൻഫ് സ്പ്രിങ്സ് ഹോട്ടൽ. 1888 നിർമ്മിക്കപ്പെട്ട ഈ ഹോട്ടൽ കാനഡയിലെ ബാൻഫ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. 15 നിലകളിലായി 1000ഓളം റൂമുകളുള്ള ഒരു വലിയ ഹോട്ടൽ. ഇവിടെ താമസിച്ച പ്രമുഖരുടെ പേര് പറയുകയാണെങ്കിൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ക്യൂൻ എലിസബത്ത് II, മെർലിൻ മൺറോ, ഹെലൻ കെല്ലർ ഇവരൊക്കെ ഇതിൽ ചിലർ മാത്രമാണ്. പക്ഷേ ഈ ഹോട്ടൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ചാ വിഷയമാവുന്നത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്. ഈ ഹോട്ടലിൽ നിന്നും വർഷങ്ങളായി ചെക്കൗട്ട് ചെയ്യാത്ത ചില അതിഥികൾ അവിടെ തന്നെയുണ്ട്. 1 നൂറ്റാണ്ടോളം ചെക്കൗട്ട് ചെയ്യാത്ത അതിഥി ആരായിരിക്കും അത്? ഈ ഹോട്ടലിൻ്റെ 8ാം നിലയിൽ ഒരു റൂം ഉണ്ടായിരുന്നു, റൂം നമ്പർ 873. എന്നാൽ ഇന്ന് ഈ ഹോട്ടലിൽ ആ റൂം ഇല്ല. റൂം നമ്പർ 872 കഴിഞ്ഞാൽ പിന്നെ 874 ആണ്. ഒരു റൂം തന്നെ അപ്രത്യക്ഷമാവാനുള്ള കാരണം എന്തായിരിക്കും? ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇതിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നമ്മുടെയൊക്കെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ആ ഒരു മൈൻഡിൽ മാത്രം ഈ വീഡിയോയെ സമീപിച്ചാൽ മതി, ഇല്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ടോപ്പിക്കിലേക്ക് വരാം. കൊടും കാടുകളാലും മലനിരകളാലും ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്, ദ കാസിൽ ഓഫ് ദ റോക്കീസ്. $130 വർഷത്തോളം പാരമ്പര്യമുള്ള ഈ ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനെ കാര്യമായി ബാധിച്ചൊരു വിഷയം ഇതൊരു ഹോണ്ടഡ് പ്ലേസ് ആണ് എന്നുള്ളതാണ്. ഈ ഹോട്ടലിൽ താമസിച്ച ധാരാളം ഗസ്റ്റുകൾ ഇവിടെ പ്രേതങ്ങളെ കണ്ടതായും ചില റൂമുകളിലും സ്റ്റെയർ കേസിലുമെല്ലാം പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്? അതിന് ഈ ഹോട്ടലിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിൽ നടന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വർഷം 2020. കൃത്യം 100 വർഷങ്ങൾക്ക് മുൻപ് ഈ ഹോട്ടലിൽ ഒരു മരണം നടന്നിരുന്നു. 1920 ഒരു വിവാഹ സൽക്കാരത്തിനായി ഈ ഹോട്ടൽ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നു. വിവാഹ ദിവസം നവവധു വിവാഹ വസ്ത്രങ്ങളെല്ലാം ധരിച്ച് ഈ ഹോട്ടലിൻ്റെ സ്റ്റെയർ കേസിലൂടെ ഇറങ്ങി വരുന്ന സമയത്ത് കാൽവഴുതി വീഴുകയും കഴുത്തൊടിഞ്ഞ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പ്രേതകഥകൾ തുടങ്ങുന്നത്. ഇവിടെ താമസിച്ച ഗസ്റ്റുകളും സ്റ്റാഫുകളും ഉൾപ്പെടെ പലരും ഈ ഹോട്ടലിൻ്റെ സ്റ്റെയർ കേസിലും മറ്റു പല ഭാഗങ്ങളിലുമായി വിവാഹ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ പൂർണ്ണമല്ലാത്ത രൂപം കണ്ടിരുന്നതായി പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ ബ്രൈഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തമായ ഈ നവവധുവിൻ്റെ പ്രേതമാണ് ഈ ഹോട്ടലിൽ നിന്നും 100 വർഷമായും ചെക്കൗട്ട് ചെയ്യാത്തത്. പ്രേതമായതുകൊണ്ട് തന്നെ ബില്ലടിച്ചു കൊടുക്കാനും നിർവാഹമില്ല. സംഗതി കോമഡിയാണെന്ന് തോന്നുമെങ്കിലും കാനഡയിൽ ഈ ഗോസ്റ്റ് ബ്രൈഡിൻ്റെ പേരിൽ സ്റ്റാമ്പും കോയിനും വരെ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഹോട്ടലിലെ പല റൂമുകളിലും പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നതായും പലരും പറയുന്നു. രാത്രി കിടക്കുന്ന സമയത്ത് ബെഡിൽ നിന്നും പില്ലോയിൽ നിന്നുമെല്ലാം ഒരു ഇൻവിസിബിൾ ഫോഴ്സ് തങ്ങളെ ഉയർത്താൻ ശ്രമിക്കുന്നുവെന്നും ഇറിറ്റേറ്റിംഗ് ആയ പല ശബ്ദങ്ങളും അലർച്ചകളും കേൾക്കാറുണ്ടെന്നും പല ഗസ്റ്റുകളും പറയുന്നു. ഇത് കേട്ട് ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ബാത്റൂം മിററിൽ ചില ഹാൻഡ് പ്രിൻറ്റ്സ് കണ്ടതായും പറയുന്നുണ്ട്. റൂം സർവീസ് സ്റ്റാഫുകളും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര ക്ലീൻ ചെയ്താലും ചില റൂമുകളിലെ മിററിൽ ഹാൻഡ് പ്രിൻറ്റ്സ് വീണ്ടും തെളിഞ്ഞു വരുന്നതായി അവർ പറയുന്നു. ഇത് കാരണം മാത്രം ഈ ഹോട്ടലിലെ പല റൂമുകളും തുറക്കാറില്ല. ഇതിൽ സ്പെസിഫിക്കായി ഒരു റൂം പറയുന്നുണ്ട്, റൂം നമ്പർ 873. അതിന് മാത്രം എന്താണ് ആ റൂമിൽ നടന്നത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ പാരാനോർമൽ ആക്ടിവിറ്റീസ് നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട റൂമാണ് 873. വർഷങ്ങൾക്ക് മുൻപ് ഈ റൂമിൽ ഒരു ദുരൂഹ മരണം നടന്നു. ഒരു ഫാമിലി ഈ ഹോട്ടലിൽ താമസിക്കാനായി വരുന്നു. അവർ താമസിച്ച റൂം 873.
ഒരു ഹസ്ബൻഡ്, വൈഫ്, അവരുടെ ചെറിയൊരു മകൾ. പക്ഷേ ആ ദിവസം രാത്രി അയാൾ തൻ്റെ ഭാര്യയെയും മകളെയും കൊല ചെയ്തതിന് ശേഷം ആ റൂമിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. ആ സംഭവത്തിന് ശേഷമാണ് ഈ ഹോട്ടലിലെ ഏറ്റവും വേട്ടയാടപ്പെടുന്ന ഒരു റൂമായി 873 ആൾക്കാർ പറയുന്നത്. അത് ആ ഹോട്ടലിലെ ആ റൂമിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ആ സിറ്റി മുഴുവൻ 873 എന്ന നമ്പർ തന്നെ അൺലക്കി നമ്പറായാണ് കരുതിയിരുന്നത്. ഒത്തിരി ഗസ്റ്റുകളുടെ പരാതിക്ക് ശേഷം ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ റൂം സീൽ ചെയ്യാൻ തീരുമാനിച്ചു. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ ഹോട്ടലിൻ്റെ 8ാം നിലയിൽ 873 എന്ന റൂമേ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. റൂം നമ്പർ 872 കഴിഞ്ഞാൽ പിന്നെ 874 ആണ്. ഇതിന് ഹോട്ടൽ മാനേജ്മെൻറ്റ് നൽകുന്ന ഒരു മറുപടി, 8th ഫ്ലോറിൽ നടത്തിയ ചില നവീകരണ ജോലികളിൽ പല റൂമുകളും വലുപ്പം കൂട്ടിയതുകൊണ്ട് ഒരു റൂം ഒഴിവാക്കേണ്ടി വന്നു. ആ റൂമാണ് 873 എന്നാണ്. ഒരുപക്ഷെ ആ ഹോട്ടലിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടി പ്രചരിപ്പിക്കുന്ന കെട്ടുകഥകളായിരിക്കും ഇതെല്ലാം. എന്തൊക്കെ വിഷയങ്ങളുണ്ടായിട്ടും ഇന്നും ആ ഹോട്ടൽ ഒരു തടസ്സം കൂടാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ വിഷയങ്ങളെക്കുറിച്ചെല്ലാം അറിയുന്ന പലരും പറയുന്നത് ഇന്ന് ആ ഹോട്ടലിൻ്റെ 8th ഫ്ലോറിൽ റൂം നമ്പർ 872-നും 874-നും ഇടയ്ക്ക് വലിയൊരു വ്യത്യാസമുണ്ട്. അവിടെയുള്ള ചുമരിന് നീളം കൂടുതലാണ്. ആ ചുമരിൽ നോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹോളോ സൗണ്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ ഇന്നും ആ റൂം ഉണ്ടെന്നും അത് പൂർണ്ണമായും കെട്ടിയടച്ചിരിക്കുകയാണ് എന്നും പലരും വിശ്വസിക്കുന്നു. ഹോട്ടൽ മാനേജ്മെൻറ്റ് പറഞ്ഞത് സത്യമല്ലെങ്കിൽ അവർ എന്തിനായിരിക്കും ആ റൂം കെട്ടിയടച്ചത്? അങ്ങനെയാണെങ്കിൽ ആ റൂമിൽ ശരിക്കും പാരാനോർമൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. നമ്മുടെ ചാനലിൽ പാരാനോർമൽ കേസുകൾ കൂടി ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചെയ്ത ആദ്യത്തെ വീഡിയോ ആണിത്. സിമ്പിൾ ടോപ്പിക്കാണ്, ചെറിയൊരു വീഡിയോ ആണ്. ഉടനെ തന്നെ നല്ല കിടിലൻ പാരാനോർമൽ കേസുകൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ സാമാന്യ യുക്തിയൊക്കെ അങ്ങ് മാറ്റിവെച്ചാൽ മാത്രമേ ഇത്തരം വീഡിയോകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ഇത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം മേക്ക് ചെയ്യുന്ന വീഡിയോസാണ്. അതിനെ അതിൻ്റെ രീതിയിൽ മാത്രം കണ്ടാൽ മതി. പ്രേതമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുമല്ല ഇത്തരം വീഡിയോസ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയി മാത്രം കണ്ടാൽ മതി. പുതിയൊരു കേസുമായി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഗുഡ് ബൈ.